ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മത്തായി 7:21, 22, 23 ഹല്ലേലൂയ വാക്യത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് സ്തോത്രം. നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഹല്ലേലൂയ സ്തോത്രം സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ഒരിക്കലും ഒരു നാളും സാധിക്കുകയില്ല. പിന്നെ എങ്ങനെ ഉള്ളവർ ആണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ദൈവത്തോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, വാഗൊണ്ടും അധരം കൊണ്ടും ദൈവത്തെ ബഹുമാനിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനം അനുസരിക്കുകയും കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. പല വ്യക്തി ജീവിതവും ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം ഉപയോഗിച്ച് ഹല്ലേലൂയ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീരപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പുറമെ മനുഷ്യർ കാണുന്നതിന് ഹല്ലേലൂയ വേണ്ടി വലിയ ഭക്തിക്കാർ ആയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനം അനുസരിക്കുവാനോ കൽപ്പനകൾ പ്രമാണിക്കുവാനോ അവർ ഒരിക്കലും തയ്യാറാകുന്നില്ല. ഇങ്ങനെ ഉള്ളവർ കപടഭക്തിക്കാർ ആണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവരിലൂടെ എങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു എന്ന്. ഹല്ലേലൂയ. അതിന് കാരണം യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാമെന്ന് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ പല ആവശ്യങ്ങളും ദൈവം നടത്തിത്തരും. അത് ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് ദൈവവചനം അനുസരിക്കണം, ദൈവ കൽപ്പനകളെ പ്രമാണിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.